ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്കോട്ട്ലാൻഡിലത്തെ ഒരു ചെറിയൊരു കോസ്റ്റൽ വില്ലേജ്. അതിൻ്റെ പേരാണ് ബക്കി. ബക്കീനെ അറിയപ്പെടുന്നത് ഒരു ഫിഷിംഗ് ഹെറിറ്റേജ് വില്ലേജ് ആയിട്ടാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇവിടുത്തെ എല്ലാവരുടെയും സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് സീ ആയിരുന്നു. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഫിഷർമാൻ ആയിരുന്നു. അപ്പോൾ ഫിഷർമാൻ അവർ കടലിൽ പോകുന്നു, മീൻ പിടിക്കുന്നു, ഇവിടെ ഹാർബറിലോട്ടേക്ക് കൊണ്ടുവരുന്നു, അത് വിൽക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പണ്ടത്തെ ആ ഹെറിറ്റേജ് കാരണം കൊണ്ട് ഇവിടെ ഫിഷിംഗ് ഹെറിറ്റേജ് വില്ലേജ് ആയിട്ട് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ആ ഒരു ട്രെൻഡ് മാറി, ആൾക്കാരെല്ലാം പണ്ടത്തെ ആ തൊഴിലൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഓയിൽ റിഗിലോട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അത് ഓഫ് ഷോറും ഓൺ ഷോറൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒരു ട്രെൻഡ് കുറഞ്ഞിരിക്കുകയാണ്. എന്നാലും ഇപ്പോഴും ആ ഫിഷിംഗ് ഹെറിറ്റേജ് ഉണ്ട്, ആ ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട്, ആ ഒരു തനിമ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബക്കി ഹാർബറിൻ്റെ വിശേഷങ്ങളും അറിയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബക്കിയിലത്തെ ബക്പൂൽ ഹാർബർ. ബക്പൂൽ ഹാർബറിൻ്റെ മെയിൻ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ ബോർഡാണ്. ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റി ഡിസ്പ്ലേ ബോർഡ്. ഇവിടെ സാധാരണ ഇവിടെ എന്തെങ്കിലും ഇവൻറ്റ്സ്, ഓർഗനൈസേഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഇവിടെ ഈ നോട്ടീസ് ബോർഡിൽ ഡിസ്പ്ലേയിൽ വെക്കുന്നതാണ്. ഇതിൻ്റെ ഒപ്പം ആണ് നമ്മുടെ ബക്കി പാർക്ക്. ഇവിടെ നല്ലൊരു സീനിക് ബ്യൂട്ടി ഉണ്ട്, കണ്ടോ? അവിടെയാണ് ബക്കി പാർക്ക് വരുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയ. പണ്ട് ഇതൊക്കെ ഫിഷർമാൻ്റെ കോട്ടേജസ് ആയിരുന്നു. എല്ലാം നല്ല പഴക്കമുണ്ട്. ഓൾമോസ്റ്റ് 1987, 1840, 1839 ആ ഒരു പഴക്കമുള്ള വില്ലേജസും കോട്ടേജസാണ്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ നമുക്ക് ആ കോട്ടേജസിൻ്റെയൊക്കെ ഒരു ക്ലിപ്സ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബക്കി ഹാർബർ ആൻഡ് ബക്കി പാർക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ പണ്ടത്തെ ബക്കി ഹാർബർ. ഇതിൽ കൂടെ ആണ് ബോട്ട് വന്നിട്ട് ഇവിടെ ഷിപ്പ് ലാൻഡ് ചെയ്യുക, ബോട്ട് ലാൻഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് അവരുടെ മീനെല്ലാം ഇറക്കിയിട്ട് ഇവിടെ വുഡൻ ബാരലിലും എല്ലാം സ്റ്റോക്ക് ചെയ്തതിന് ശേഷം ഫിഷർ വുമൻസ് വന്നിട്ട് ഇവിടുന്ന് അവരുടെ ബാസ്ക്കറ്റിൽ നിറച്ചിട്ട് കീത്തും അങ്ങനെ കുറച്ച് ദൂരമുള്ള വില്ലേജസിൽ പോയിട്ട് വിൽക്കുക. അപ്പോൾ ഈ ഹാർബർ പണ്ടത്തെ ഹാർബറായിരുന്നു. അപ്പോൾ ഈ ഹാർബർ നിർത്തി. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുറച്ചും കൂടി എക്സ്പാൻഡഡ് ആയിട്ടുള്ളൊരു ഹാർബറാണ് ആ ഒരു ഭാഗത്ത്. ഇപ്പോൾ ആ ഭാഗത്തെ ഹാർബറിൽ എല്ലാം ഡീൽ ചെയ്യുന്നത് ഇമ്പോർട്ടും എക്സ്പോർട്ട് ഗുഡ്സ് ഒക്കെ, അങ്ങനത്തെ വലിയ കാർഗോ ഷിപ്സൊക്കെയാണ്. ഇപ്പോൾ ഫിഷിംഗ് ഞാൻ പറഞ്ഞ രീതിയിൽ ഹെറിറ്റേജ് ആ ഒരു കൾച്ചർ തന്നെ ഇവിടെ നിന്നു, ഫിഷിങ്ങിൻ്റെ ഒരു കൾച്ചർ നിന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബക്കി ഹാർബർ, അതായത് ബക്പൂൽ ഹാർബറിൻ്റെ പാർക്ക്. അപ്പോൾ ഈ പാർക്കിൽ ഈവനിങ് എല്ലാവരും നടക്കാനും കുട്ടികളെയും കൊണ്ടുവരും കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ഊഞ്ഞാൽ, ഇവിടുത്തെ സ്ലൈഡ്, പിന്നെ അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഒരു ബാസ്കറ്റ് ബോളിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്. അതുകൂടാതെ ഫുട്ബോളിൻ്റെ 2 ഗോൾ പോസ്റ്റ് ഉണ്ട്. നമുക്ക് കാണാം കുട്ടികൾ 2 പേരും ഫുട്ബോൾ കളിക്കുന്നു. ഇത് കണ്ടില്ലേ, കുറച്ച് കുട്ടികൾ ജിംനാസ്റ്റിക്കൊക്കെ കളിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് കുട്ടികൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഫുട്ബോൾ കളിക്കാനുണ്ടാവും. അവിടെ ബാസ്ക്കറ്റ് ബോളിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ബാസ്ക്കറ്റ് ബോൾ കളിക്കാറുണ്ട്. ഇവിടെ കുട്ടികൾ വന്നിട്ട് ഫുട്ബോൾ കളിക്കാറുണ്ട്. പിന്നെ വൈകുന്നേരത്തെ ഇതേ രീതിയിൽ ഇവിടുത്തെ റെസിഡൻസ് ഡോഗ്സിനെയും കാറ്റ്സിനെയൊക്കെ കൊണ്ടുവരും നടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും പട്ടികളുണ്ട്. അപ്പോൾ പട്ടികളിനെയും അവൻ്റെ പെറ്റ്സിനെയും നടക്കാൻ കൊണ്ടുവരുന്നത് ഇവരുടെ മെയിൻ ഹോബിയാണ്. പിന്നെ ഇവിടെ പാർക്കിൽ കളിക്കുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടി അവരുടെ ഒപ്പം വരുന്ന പാരൻസിനൊക്കെ ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്, ചെയറുണ്ട്. പിന്നെ മെയിനായിട്ട് ഈ പാർക്കിൽ ഒരു ലിറ്റേഴ്സും പാടില്ല. അതായത് ഒരു വേസ്റ്റോ പ്ലാസ്റ്റിക് റാപ്പേഴ്സ് അങ്ങനത്തെ ഒന്നും നമുക്കിവിടെ കളയാൻ പാടില്ല. ഇവിടെ ക്ലെൻലിനെസ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എല്ലായിടത്തും നോട്ടീസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഡോഗ് ഫൗളൊന്നും ഇവിടെ ആക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഇവിടെ ബിൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡോഗ്സ് ഏതെങ്കിലും പെറ്റ്സ് എന്തെങ്കിലും ലിറ്റർ ഇടുന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു പ്ലാസ്റ്റിക് റാപ്പറിൽ ക്യാരി ചെയ്തിട്ട് ഇങ്ങനത്തെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടേണ്ടി വരും. ഈ പാർക്കിൻ്റെ എൻട്രൻസിലും ആ ഒരു ഭാഗത്തും പിന്നെ എക്സിറ്റിൻ്റെ ഭാഗത്തും എല്ലായിടത്തും ഇതേ രീതിയിലുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുമുണ്ട്, കണ്ടോ, ഒഫൻസാണ്. അതായത് നമ്മൾ ഡോഗ്സ് ലിറ്റർ ചെയ്തതിന് ശേഷം
അവിടെ ഒന്നും അതിട്ടിട്ട് പോകാൻ പാടില്ല. നമ്മൾ റാപ്പ് ചെയ്തിട്ട് അത് ഡസ്റ്റ്ബിന്നിൽ തന്നെ ഇടും. അപ്പോൾ നമ്മൾ യൂഷ്വലി എല്ലാ ഈവനിങ്ങും ഇവിടെയാണ് നടക്കാൻ വരുന്നത്. ഈ ബക്കി ഹാർബറിൻ്റെ ചേർന്നിട്ട് ഈ കോസ്റ്റൽ ലൈനിൽ തന്നെ ഒരു വാക്കിംഗ് പാത്ത് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്ഥിരം ജോലി കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ചെയ്യാനും ചില്ല ഔട്ട് ചെയ്യാനും നമ്മുടെ ആ ഒരു സ്ട്രെസ് റിലീവ് ചെയ്യാനൊക്കെ വരുന്നത്. പിന്നെ ഈ ബക്കി ഹാർബറിൻ്റെ ഒപ്പം തന്നെ ഈ ലൈനിൽ തന്നെ നമുക്ക് ഈ സീൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂവും കിട്ടും. ഈ നടക്കുന്ന വഴി തന്നെ കണ്ടോ, ഈവനിങ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു നല്ല വൈബാണ്, ഒരു സൺസെറ്റ്. ആൾക്കാരൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഈ പാർക്കിൽ വന്നിട്ട് കുട്ടികളൊക്കെ കളിക്കുന്നതും കണ്ട് ആ ബെഞ്ചസിൽ സൺസെറ്റെല്ലാം കണ്ടിട്ട് പോവുക. ഡിന്നറൊക്കെ കഴിച്ച് ഒരു ഈവനിങ് വാക്കിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നോർത്ത് സീ ആണ്, നമ്മുടെ സ്കോട്ട്ലാൻഡിൻ്റെ എൻഡ്. അതായത് എൻഡ് പാർട്ട് എന്ന് പറയുന്നത് ലാൻഡ് കഴിഞ്ഞാൽ ഫുൾ നോർത്ത് സീ ആണ്. നോർത്ത് സീ കഴിഞ്ഞാൽ യുകെൻ്റെ എൻഡാണ്. അപ്പോൾ ഇതാണ് കോസ്റ്റൽ ട്രയൽ. ഇതിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത് ഈവനിങ് വാക്കെല്ലാം. പിന്നെ ഇത് ഇവിടുത്തെ മൊറേ ഷെൽ ഫിഷ് ഇതാണ് മാർക്കറ്റാണ്. അതായത് നമ്മുടെ ലോബ്സ്റ്റേഴ്സ് ഇങ്ങനെ ഷെൽ ആയിട്ടുള്ള എല്ലാം ഉണ്ടല്ലോ, ക്രാബ്സ്, പ്രോൺസ് അങ്ങനത്തെയൊക്കെ വിൽക്കുന്ന കടയാണിത്, മാർക്കറ്റ് ഷെൽ ഫിഷ്. അപ്പോൾ അതായിരുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ, നമ്മൾ നടക്കാൻ പോകുന്ന വിശേഷങ്ങൾ. പിന്നെ ഞാൻ കാണിച്ചിരുന്നത് ഇവിടുത്തെ ധോബി ഘാട്ട്. നമ്മുടെ ഇന്ത്യയിൽ ധോബി ഘാട്ട് എന്നൊക്കെ പറയുമല്ലോ, ഈ അലക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഈ കാണുന്നുണ്ടാവില്ലേ ഈ പോസ്റ്റുകളും ആശയൊക്കെ കാണുന്നുണ്ടോ? അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഈ ഭാഗം മൊത്തം അലക്കുകാരിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ കുറേ സ്ഥലത്തുനിന്ന് ഹോസ്പിറ്റൽസിൽ നിന്നും പിന്നെ കോട്ടേജസിൽ നിന്നൊക്കെ തുണി കൊണ്ടുവന്ന് അലക്കിയിട്ട് ഇവിടെയാണ് വിരിച്ചിടുക. അപ്പോൾ അതായിരുന്നു. പിന്നെ നമ്മൾ കാണിച്ചു തരാം, കുറച്ച് വീടുകളുണ്ട്. ഇതൊക്കെ പണ്ടത്തെ ഫിഷർമാൻ്റെ വീടുകളാണ്. ഇതൊക്കെ ഓൾമോസ്റ്റ് നല്ല പഴക്കമുണ്ട്. അതുകൊണ്ട് ഈ വീട് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1842. പിന്നെ ഈ വീട് എന്നൊക്കെ കണ്ടോളൂ 1839. അപ്പോൾ ഇതൊക്കെയാണ് പണ്ടത്തെ ഫിഷർമാൻ്റെ കോട്ടേജസ്. ഇത് കല്ലുകൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഇപ്പോഴും ആ ഒരു സ്ട്രെങ്ത്തിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്, ഒരു വേറോ ടിയറോ ഒന്നുമില്ല. പിന്നെ ഇവിടുത്തെ വീടുകളുടെ പ്രത്യേകത തന്നെ ഓരോരോ വീട്ടിൻ്റെ ഇടയിൽ ഫെൻസസ് ഉണ്ടാവില്ല. ഇപ്പോഴൊക്കെയാണ് ആ ഫെൻസിൻ്റെ ഒരു ട്രെൻഡ് വന്നത് തന്നെ. അപ്പോൾ ഒരു ചെറിയ ഫെൻസസാണ് വയ്ക്കുക, കണ്ടില്ലേ? വീട്ടിൻ്റെ ഇടയിൽ ചെറിയ ഫെൻസ്. അങ്ങോട്ടൊക്കെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ ഇടയിലും ഒരു ഫെൻസസും ഉണ്ടാവില്ല. പിന്നെ ഇവിടുത്തെ വീടുകളുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് വെറും പാറക്കല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ പണ്ട് എങ്ങനെ ഉണ്ടാക്കിയിരിക്കണം, അതായത് ഏൻഷ്യൻ ടൈംസ് എങ്ങനെയാണ് ആ വീട് കെട്ടിയത്, അത് തന്നെയാണ് ഇപ്പോഴും നിലനിർത്തിക്കുന്നത്. അവർ മക്കളായാലും അവരെ ഗ്രാൻഡ് കിഡ്സിനോടൊക്കെ ഇവർ കൊടുത്തു കഴിഞ്ഞാലും അവർ വെറും ഈ പണ്ടത്തെ വുഡൻ വിൻഡോസ് മാത്രമേ റിനോവേറ്റ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ അത് ഈ ടെർമൈറ്റ്സൊക്കെ കാരണം കൊണ്ട് ചതിൽ പിടിച്ച് പോകും. അപ്പോൾ അത് മാത്രമേ റിനോവേറ്റ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഉണ്ട്. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഈ വീക്കെൻഡ്സൊക്കെ ഹോളിഡേയ്സിന് പോവുക. അത് പ്രത്യേകിച്ച് അവർക്ക് എല്ലാവർക്കും മോസ്റ്റ് ഓഫ് ദ വീടുകൾക്ക് ഇതേ രീതിയിൽ കാരവൻസ് ഉണ്ടാവും. അപ്പോൾ ഈ കാരവനൊക്കെ ഓരോരോ കോസ്റ്റൽ സൈഡിൽ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്ത് നിർത്തും. അത് കഴിഞ്ഞിട്ട് അവിടെ അവർ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യുക, ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യുക, പാർട്ടി ചെയ്യുക, ബാർബിക്യൂ ഒക്കെ ചെയ്യുക. അപ്പം എല്ലാ വീട്ടിലും ഒന്നല്ലെങ്കിൽ ഈ മോട്ടോർ ഡ്രൈവൺ കാരവൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ കാറിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ള കാരവൻസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ബക്പൂൾ ഹാർബറിൽ നിന്ന് ബക്കിയിലോട്ടേക്ക് നടക്കുന്ന ആ വഴി. മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് യു കെയിലും സ്കോട്ട്ലാൻഡിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോഴും ആ ഒരു ലെറ്റർ ബോക്സിൻ്റെ ഒരു ഫെസിലിറ്റിയും ആ ഒരു ഇതുമുണ്ട്. അതായത് ലെറ്റർ ബോക്സ് ഇപ്പോഴും ലെറ്റർ ബോക്സ് ആൾക്കാർ ലെറ്റർ ഇടുന്നു, പിന്നെ അത് വന്നിട്ട് പോസ്റ്റ്മാൻ വന്ന് കളക്ട് ചെയ്യുന്നു, അതെല്ലാം ചെയ്യുന്നു. വീട്ടിലോട്ടേക്ക് പോകുന്ന നമ്മുടെ വഴി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കയറ്റത്തിൽ കൂടെയാണ് നമ്മുടെ വീട്ടിലോട്ടേക്ക് പോകുന്നത്. അതുകൂടാതെ ആ സ്ലോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഈ ഹാർബറിലോട്ട് പോകുന്ന വഴി. കണ്ടില്ലേ, നമ്മുടെ ബീച്ചിലോട്ട് നല്ലൊരു സീനിക് വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി സ്ട്രെയിറ്റ് വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് പോർട്ട് ഗാർഡനും എൽഗിനും എത്തും. അപ്പോൾ പോർട്ട് ഗാർഡൻ്റെ അവിടെയാണ് സീലിനൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതൊരു ഡേ ടൈം പോയി കഴിഞ്ഞാൽ ഈ സീലൊക്കെ വെയിലിന് വേണ്ടിയായിട്ട് ഈ ഷോറിൻ്റെ അവിടെ വന്ന് ഇരിക്കും. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വീണ്ടും അവർ കടലിൽ പോകും. രാവിലെ ഒരു വെയിൽ കൊള്ളാൻ വേണ്ടിയായിട്ട് ഈ കടയിൽ വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് രാവിലെ എടുക്കാം, അടുത്തൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. കയറി വരുന്ന ഭാഗമാണിത്. ഇതാണ് നമ്മുടെ സീ.
അപ്പോൾ ഇത് നമ്മുടെ സമ്മർ ടൈമാണ്, അതുകൊണ്ടാണ് ഈ ചെടികളും പുല്ലുകളൊന്നും എല്ലാം ഉണങ്ങി ഒരു ഇതയക്കുന്നത്. നമ്മൾ സാധാരണ സ്പ്രിങ്ങിലൊക്കെ വരുമ്പോൾ ഈ ഫുൾ സ്ലോപ്പ് കളർഫുള്ളായിരിക്കും, ഫുൾ ഫ്ലവേഴ്സ് വെച്ചിട്ടായിരിക്കും, വയലറ്റ്, ഓറഞ്ച്, പിന്നെ യെല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഫുൾ ഈ കംപ്ലീറ്റ് ഭാഗം ഇങ്ങനെ ഈ പച്ചപ്പ് മാറിയിട്ട് ഫുൾ കളർഫുള്ളായിരിക്കും. നമ്മൾ ഈ വാട്ടർ കളറൊക്കെ സ്പ്രിങ്കിൾ ചെയ്ത മാതിരി ഫുൾ യെല്ലോവും ഓറഞ്ചും വയലറ്റും അങ്ങനെയാണ്. ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 സീസണിലും, അതായത് നമ്മുടെ സ്പ്രിങ്ങിലായാലും വിൻ്ററിലായാലും സമ്മറിലായാലും മൂന്ന് ഒരു കളറിൻ്റെ വ്യത്യാസമുണ്ട്. സമ്മറിൽ ഈ ഒരു കളറ്, സ്പ്രിങ്ങിലാകുമ്പോൾ ഫുൾ പൂ നിറഞ്ഞിട്ടായിരിക്കും. അതുകൂടാതെ വിൻ്ററിലാകുമ്പോൾ മൊത്തം ഇത് മഞ്ഞായിരിക്കും, അതായത് ഫുൾ മഞ്ഞ് കവേർഡ് ആയിരിക്കും. ഒരു സ്നോ ബെഡ് എന്ന് പറയും, സ്നോ ബെഡ് മാതിരി ഉണ്ടാവും ഈ കംപ്ലീറ്റ് ഏരിയ. അതായത് റോഡിലൊക്കെ ഫുൾ സ്നോ ആകുമ്പോൾ ആൾക്കാർ ഉപ്പിട്ടിട്ട്, അതായത് ഇവിടുത്തെ മൊറേ കൗൺസിലുകാർ ഉപ്പിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ആ റോഡ് ക്ലിയർ ചെയ്യും അങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രീറ്റ്. നമ്മുടെ സ്ട്രീറ്റിൻ്റെ പേരാണ് ജോൺ സ്ട്രീറ്റ്. നമ്മൾ കടലിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതും പണ്ടത്തെ ഫിഷർമാൻ്റെ വീടുകളായിരുന്നു. ഇത് ഓരോരോ ആൾക്കാരെടുത്തിട്ട് അവരൊക്കെ അബർദീൻ അങ്ങനത്തെ സ്ഥലത്തോട്ടൊക്കെ മാറി, ഓയിൽ റിഗ് അങ്ങനെ അവരുടെ ജോലി കാരണം കൊണ്ട്. അപ്പോൾ ഈ ലേനിൽ എന്ന് പറയുന്നത് ആകെ 4 വീടുകളേ ഉണ്ടാവുള്ളൂ. 4 അങ്ങനെ കുറച്ച് വീടുകളാണ്. അപ്പോൾ ഇതിൽ ഈ നടുക്കത്തെ വീടാണ് നമ്മുടെ. ബ്ലാക്ക് ഡോർ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ബാക്കി വീഡിയോ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക.